ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ക്രിസ്തീയ കുടുംബം വിശുദ്ധിയുടെ വിളനിലമായി മാറണം എന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ കാണുകയുണ്ടായി, സ്ത്രീത്വത്തിലേക്ക് നോക്കുമ്പോഴും തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ: സ്നേഹം, ഐക്യം, വിശുദ്ധി. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ കുടുംബം വിശുദ്ധിയുടെ വിളനിലമായിട്ട് മാറണം. അപ്പോഴാണ് ആ കുടുംബം യഥാർത്ഥ ക്രിസ്തീയ കുടുംബമായി മാറുക. എത്ര വലിയ ബംഗ്ലാവ് വെക്കാൻ നമുക്ക് സാധിച്ചാലും, ജീവിത സൗകര്യങ്ങൾ ആ ബംഗ്ലാവിലുണ്ടെന്ന് പറഞ്ഞാലും, വിശുദ്ധിക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ലെങ്കിൽ, പരസ്പര സ്നേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഹൃദയൈക്യത്തിന് സ്ഥാനം പിടിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബം യഥാർത്ഥ ക്രിസ്തീയ കുടുംബം ആകുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വിശുദ്ധി അജയ്യമായ ഒരു പരിചയെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19 നമ്മൾ വായിക്കുക. വിശുദ്ധി അജയ്യമായ പരിചയമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും വിശുദ്ധി അജയ്യമായ പരിചയമാണ്. പരിച എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംരക്ഷണം നൽകുന്ന ഒരായുധമെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ വിശുദ്ധരായി നമ്മൾ ജീവിക്കുമ്പോൾ, വിശുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് സംരക്ഷണം ദൈവമക്കളായി നമുക്ക് അവിടെ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ലേവ്യരുടെ പുസ്തകം 11:45 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ദൈവം പരിശുദ്ധനാണെങ്കിൽ ദൈവമക്കളും പരിശുദ്ധരാകണം. ഇതന്നെ പറയുന്ന മറ്റ് പല വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ 19:2 വായിച്ചാൽ കാണാൻ പറ്റും. 20-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ എല്ലാം പറയപ്പെട്ടിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മക്കൾ പരിശുദ്ധരായിരിക്കണം. യെശയ്യാ 41:14 വചനമെടുത്താൽ, നിന്റെ രക്ഷകനായ ഞാൻ പരിശുദ്ധനാണ്. പറയുണ്ട്, ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ അനുഭവിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്കൊരു താല്പര്യമുണ്ടാകണം, പരിശ്രമമുണ്ടാകണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവമക്കൾ പരിശുദ്ധരായിരിക്കണം എന്ന ഒരു ഡിമാൻഡ് ദൈവം വെച്ചിരിക്കുന്നത്, വചനം വെച്ചിരിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വചനങ്ങൾ നമുക്ക് സുപരിചിതമായിരിക്കാം. ദൈവം പരിശുദ്ധനാകയാൽ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ലേവ്യർ 11:45 വചനം, അതുപോലെ തന്നെ 19:2 വചനം, ഇങ്ങനെയുള്ള വചനങ്ങളിൽ നാം കണ്ടു കഴിഞ്ഞതാണ് ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവമക്കൾ പരിശുദ്ധരായിരിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. വീണ്ടും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സഭ, ഗാർഹിക സഭ രണ്ടും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്നത് ഗാർഹിക സഭ എന്ന് പറഞ്ഞാൽ സഭയുടെ ഒരു ചെറിയ പതിപ്പായിട്ട് നമ്മൾ കാണേണ്ടതാണ് കുടുംബം. സഭയെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ചർച്ച് ഈസ് ഹോളി യെറ്റ് ടു ബി സാങ്ക്ടിഫൈഡ്. സഭ വിശുദ്ധയാണ്, പക്ഷെ വിശുദ്ധീകരിക്കപ്പെടണം. ഇതുപോലെ തന്നെ ദൈവമക്കൾ വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്, എന്നാൽ അവർക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗണമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നാം പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചെടുക്കാൻ ദൈവം ആവശ്യപ്പെടുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് വിശുദ്ധീകരണം നൽകേണ്ടത് ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.
3 ലെവലിൽ വിശുദ്ധീകരണം നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് വ്യക്തിവിശുദ്ധീകരണം, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുക. രണ്ടാമത്തേതാണ് കുടുംബ വിശുദ്ധീകരണം, കുടുംബാംഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ എൻ്റെ കുടുംബാംഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. മൂന്നാമത്തേതാണ് തലമുറയുടെ വിശുദ്ധീകരണം. ഒരുപക്ഷെ ഇവിടെ മുൻ തലമുറയിൽപ്പെട്ടവർ മൺമറഞ്ഞു, പക്ഷേ അവരുടെ പാപത്തിൻ്റെ സ്വാധീനം കിടപ്പുണ്ടെങ്കിൽ നമ്മളിലൂടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടണം. ഈ 3 മേഖലയിൽ വിശുദ്ധീകരണം നടന്നാൽ പല തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറുന്നത്, നമ്മുടെ കുടുംബത്തിൽ മാറുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബം വിശുദ്ധിയുടെ വിളനിലമാകാൻ നമുക്ക് ആഗ്രഹിച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കാം. ഇന്നൊരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത്, കിട്ടാനുള്ള പണം കിട്ടാതെ വിഷമിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.